ഉത്രാളിക്കാവ് പൂരം കാണാൻ പോയാലോ? ഓണേന് മുന്നേ ചേച്ചി അമ്മയായിട്ട് പോയി ഫുഡ് കഴിച്ചു. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ബിരിയാണി തന്നെ. പിന്നെ അവിടെ ഓട്ടോറിക്ഷയ്ക്ക് ബസ് സ്റ്റാൻഡിലേക്ക് തലയൊക്കെ പോയി. ഈ സാറൊക്കെ നൈസ് വൈബ്. അവിടുന്ന് ബസ്സിലേക്ക് നേരെയുള്ള യാത്ര. അത്യാവശ്യം തിരക്കിലാണ് ആദ്യത്തെ ബസ്സിൽ വന്നത്. ഓണ വഴിക്ക് തീയും ഫയർഫോഴ്സും ഒക്കെ. മൊത്തത്തിലുള്ള ചൂടിൽ കുറച്ച് സ്പ്രൈറ്റ് മേടിച്ചു. പിന്നെ ഓട്ടോറിക്ഷ തന്നെ. ബസ്സുകളൊന്നും കടത്തിവിടുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉത്രാളിക്കാവ് പൂരം കാണാൻ വേണ്ടി വേണത്. വടക്കാഞ്ചേരി ദേശത്തിന്റെ ആനയൊക്കെ വരുന്നുണ്ടായിട്ട് എന്റെ അമ്മ പിന്നെ ആനയുടെ അടുത്തേക്ക് വിടില്ല. പക്ഷെ ആനേനെ ഭയങ്കര കാര്യമായിട്ട് ആൾ കോട എടുത്തത് ഉത്തമമായി. തീവ്രവാദി എന്ന് വെച്ചിട്ട് പോലീസ് പൊക്കാവും. അതും കൂടി ഉള്ള സ്വഭാവം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രൂപമായി. അവിടുന്ന് ചെന്നപ്പോ അടിപൊളി സമ്പാദ്യം കിട്ടി. നല്ല തണുത്ത സമ്പാദ്യം. ഇത് വെച്ച കമ്മിറ്റിക്കാരോട് നന്ദിയുണ്ട്. നല്ല വെയിലൊക്കെ ആണ്. അവിടുന്ന് പിന്നെ ചെന്നപ്പോ നല്ല ശിങ്കാരി മേളൊക്കെ ഉണ്ടായിട്ടോ. അത് മാത്രല്ല നല്ല നല്ല തെയ്യ രൂപങ്ങളും ഉണ്ടായിരുന്നു. ഉത്രാളിക്കാവ് പൂരം എന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ആനപ്പൂരം മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനേക്കാൾ അടിപൊളിയായില്ലേ. ഇതൊക്കെ കണ്ടെന്ന് ആസ്വദിക്കുമ്പോഴാണ് എന്റെ പുഞ്ഞാരി ചേച്ചിയുടെ കുറച്ച് കോമഡികൾ. അത് കേട്ട് ചിരിക്കാനായിട്ട് എന്റെ അമ്മയും ഞാൻ ചേച്ചി ഇവരൊക്കെ പോടി പോകുന്നുണ്ട്. കോമഡിയുടെ ബലം വെളിച്ചപ്പാടിന് വേഗം കൊണ്ടുകൊണ്ടായിരുന്നു. ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനെ ഇവിടെ മാത്രല്ല അകത്ത് പൂരം നടക്കുന്നുണ്ടെന്ന്. അതാണ് കാണാൻ വന്നത്. അവിടെ എത്തിയപ്പോ പിന്നെ നമ്മുടെ വൈബായി. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോ പിന്നെ എനിക്ക് സ്ഥിരം കിട്ടാറുള്ള പണി കിട്ടി. സാധാരണ ജർമ്മനിയുടെ കൊടിയൊക്കെയാണ് വരാ. ഇവന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോ ജോയേട്ടനെയാണ് ഓർമ്മ വന്നത്. എല്ലാത്തിനും അതിന്റേതായ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അവിടെ വെച്ച് കണ്ട ആനകളൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നു. കിടികളെ അടുത്ത വീഡിയോയിൽ കാണും. ബൈ ബൈ.